എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ഒരു സ്നാക്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയിട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്നാക്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും സദാ കാണുന്ന ചേരുവകൾ മാത്രം മതി. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റവ അളന്നെടുത്തിരിക്കുന്നത് 250 ml ഈ ഒരു അളവ് കപ്പിലാണ്. അപ്പോൾ ഈ ഒരു അളവ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ എടുത്താൽ മതി. വറുക്കാത്ത റവയാണ് കേട്ടോ ഇത്. 1 കപ്പ് റവ നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ റവ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ടെടുത്തതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതാണിത്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഗ്രീൻ പീസ് ആണ്. പച്ച ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് ഡ്രൈഡ് ഗ്രീൻ പീസ് സാധാരണ നമ്മൾ കറിയൊക്കെ വെക്കാൻ ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രീൻ പീസും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്രീൻ പീസ് ആ ഒരു ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വെള്ളത്തിലിട്ട് നമ്മളൊന്ന് കുതിർത്തി എടുത്തതായതുകൊണ്ട് തന്നെ ഇതുപോലെ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം അതൊന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട കേട്ടോ, അത്യാവശ്യം നമുക്കതൊന്ന് മൂത്ത് കിട്ടിയാൽ മതി, ഉള്ളൊന്ന് വേകുന്ന രീതിയിൽ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ്, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പൊടികളുടെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് തന്നെ ഇളക്കുക. അപ്പോൾ പൊടികളുടെ ആണെങ്കിൽ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഒരുപാടങ്ങ് വെന്തലിയുന്ന രീതിയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടെടുക്കരുത്. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുമ്പോഴത്തേക്കും കട്ടകളൊന്നും വരാത്ത രീതിയിൽ അത്യാവശ്യം നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള വേവായിരിക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഉടച്ചിട്ടെടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് ചൂടായിട്ട് വരണം. ഉരുളക്കിഴങ്ങൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലൊരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് കേട്ടോ നമ്മൾ വെള്ളം അളന്നിട്ട് എടുക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിലാണ് 1 ഗ്ലാസ് റവ അളന്നെടുക്കുന്നതെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ അയമോദകമാണ്. അയമോദകം നമ്മൾ ഇതുപോലെ കുറച്ച് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പുറമേയുള്ള ഒരു റവയുടെ ഒരു കൂട്ടിനെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുത്ത് വരുമ്പോഴത്തേക്കും കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്, നല്ലൊരു മണവുമാണ്. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇനി വെള്ളം നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചിട്ട് എടുക്കണം. പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ തിളച്ചെടുക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. റവ നന്നായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് വന്നിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. തീ കുറച്ചിട്ട് തന്നെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു വെള്ളമയൊക്കെ വറ്റിയതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നിടം വരെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പൊടി ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് വാട്ടിക്കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിലും നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ചൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കുമാണ് ആ ഒരു മാവ് സ്വല്പം കൂടെ ഒന്ന് ഉറച്ചിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. റവയും അത്യാവശ്യം ഇതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ആക്കി കൊടുത്തിട്ട് ചെറിയതായിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഒരുപാടങ്ങ് കുഴക്കൊന്നും വേണ്ട, കാരണം നമ്മളിത് ഒട്ടും തന്നെ കട്ടയില്ലാതെയാണ് വാട്ടി കുഴച്ചിട്ടെടുത്തത്. റവ ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. കയ്യിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രമേ ഒട്ടിപ്പിടിക്കാതെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ വിള്ളലുകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് കവർ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു ഫില്ലിങ് ഒട്ടും തന്നെ വെളിയിൽ കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മൾ ചെറിയതായിട്ട് ഇതിലൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഒട്ടും തന്നെ പുറമേ ഒരു വിള്ളലുകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ നാക്കിയിട്ട് എടുക്കുക. പുറമേ ഒട്ടും തന്നെ വിള്ളലുകൾ വരാതെ വേണം നമ്മൾ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമ്മൾ ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിലും കൂടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കയ്യിൽ നന്നായിട്ട് ഓയിലോ നെയ്യോ ആക്കി കൊടുത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓയിലിനകത്തോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അത്യാവശ്യം ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആ ഒരു മാവൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് പുറമേ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു കളറായി വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ റവ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു കച്ചോരി എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പുറംഭാഗം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങുമാണ്. റവ വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് ഒരു ഫില്ലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.